മലബാറിലെ ഏറ്റവും പുരാതനമായ കലാലയങ്ങളിൽ ഒന്നാണ് പാലക്കാട് വിക്ടോറിയ കോളേജ്. ഈ കോളേജ് ആരംഭിച്ചത് 1866 ഒരു റൈറ്റ് വിദ്യാലയമായിട്ടാണ്. അന്നത്തെ പ്രാദേശിക ഭരണകൂടം ചുമത്തുന്ന വിദ്യാഭ്യാസ റൈറ്റ് അഥവാ വിദ്യാഭ്യാസ നികുതിയെ ആശ്രയിച്ചായിരുന്നു ഈ വിദ്യാലയം നിലനിന്നിരുന്നത്. 1871 തദ്ദേശീയ ഫണ്ട് നിയമം നിലവിൽ വന്നു. വിദ്യാഭ്യാസ റൈറ്റുകൾ നിരോധിക്കുകയും സ്കൂൾ ഭരണം തദ്ദേശീയ ഫണ്ട് ബോർഡ് ഏറ്റെടുക്കുകയും ചെയ്തു. 1877 വിദ്യാലയം ഒരു സർക്കാർ ഹൈസ്കൂളായി മാറി. 1884 സർക്കാർ ഈ വിദ്യാലയത്തിന്റെ ഭരണം മുനിസിപ്പൽ കൗൺസിലിന് കൈമാറി. 1888 ഈ വിദ്യാലയത്തെ 2ാം ഗ്രേഡ് കലാലയമായി ഉയർത്തി മദ്രാസ് സർവകലാശാലയുടെ കീഴിലാക്കി. ഭരണം മുനിസിപ്പൽ കൗൺസിലിനും കലാലയത്തിന്റെ ചിലവ് നടത്തിപ്പ് സർക്കാരിനുമായിരുന്നു. 1905 സർക്കാർ കലാലയത്തെ സ്വാശ്രയ കലാലയമായി പ്രഖ്യാപിച്ചു. 1913 താമസ സൗകര്യങ്ങളോടുകൂടി 100 വിദ്യാർത്ഥികൾക്ക് താമസിക്കാവുന്ന ഒരു ഹോസ്റ്റൽ നിലവിൽ വന്നു. 1917 പാലക്കാട് മുനിസിപ്പൽ കൗൺസിൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു. ഇത് പ്രകാരം 1919 മദ്രാസ് പ്രസിഡൻസി കലാലയത്തിന്റെ നടത്തിപ്പ് ഏറ്റെടുത്തു. 1925 കലാലയം 1ാം ഗ്രേഡിലേക്ക് ഉയർത്തി. ചരിത്രം, ഭൂമിശാസ്ത്രം, ഗണിതം എന്നീ പ്രധാന വിഷയങ്ങളായി ബിരുദ ക്ലാസുകൾ തുടങ്ങി. 1933 ഹൈസ്കൂൾ ക്ലാസുകളുടെ നടത്തിപ്പ് മുനിസിപ്പൽ കൗൺസിലിന് നൽകി. 1939 ഗണിതം, ജിയോഗ്രഫി, കെമിസ്ട്രി, ബയോളജി, ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് എന്നീ പ്രധാന വിഷയങ്ങളായി പഠിപ്പിക്കാൻ തുടങ്ങി. 1944 ബിരുദത്തിൽ സാമ്പത്തിക ശാസ്ത്രവും എല്ലാ ക്ലാസുകളിലും ഹിന്ദി 2ാമത്തെ ഭാഷയുമായി മാറ്റി. 1947 മലയാള ബിരുദം തുടങ്ങി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചതോടെ കോളേജ് 1957 കേരള സർവകലാശാലയുടെ കീഴിൽ വന്നു. 1989 കോളേജ് അതിന്റെ ശതാബ്ദി ആഘോഷിച്ചു. പിന്നീട് കോഴിക്കോട് സർവകലാശാല നിലവിൽ വന്നപ്പോൾ കോളേജ് അതിന്റെ കീഴിലായി. EMS നമ്പൂതിരിപ്പാട്, MT വാസുദേവൻ നായർ, OV വിജയൻ എന്നിവരെല്ലാം ഇവിടെ പഠിച്ച പ്രമുഖ വ്യക്തികളാണ്.